തൃശൂർ ലഹരിമരുന്ന് കടത്തിന്റെ ഇടനാഴിയായി മാറുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് ലഹരിക്കടത്തിന് പിന്നിലെന്നാണ് നിഗമനം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ദിനംപ്രതി തൃശൂർ ദേശീയപാതയിൽ MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നും കഞ്ചാവും പിടികൂടുന്നുണ്ട്. ബാംഗ്ലൂർ കേന്ദ്രമാക്കിയ സംഘമാണ് ലഹരികടത്തിന് പിന്നിൽ. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലഹരിവേട്ട നടന്നതും തൃശ്ശൂരിലാണ്. ബാംഗ്ലൂർ ഉൾപ്പെടെ ഉള്ള ഇതര സംസ്ഥാനങ്ങളിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇദ്ദേഹം ഈ സാധനം വാങ്ങിയതായിട്ട് നാം മനസ്സിലാക്കി. അതുകൂടാതെ കുറച്ചും കൂടി കൂടുതൽ സാധനം ആലുവയിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇദ്ദേഹം റെൻ്റ് എടുത്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ട് എന്ന് അദ്ദേഹം കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞു. ഒരു 1.9 കിലോഗ്രാമിനടുത്ത് വരുന്ന പിൽസ് ഫോമിലുള്ളയും ആൻഡ് പൗഡർ ഫോമിലുള്ള MDMA നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഈ ഫാസിൽ അദ്ദേഹത്തിന് ഇന്ന് നാം റിമാൻഡ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ പിടിയിലായ കണ്ണൂർ സ്വദേശി ഫാസിൽ 2 കിലോ MDMA ഒളിപ്പിച്ചത് ആലുവയിലെ ഫ്ളാറ്റിലായിരുന്നു. 2 കോടി രൂപ വിലമതിക്കുന്ന MDMA കേരളത്തിൽ ഒറ്റയ്ക്ക് പിടികൂടുന്നത് ആദ്യത്തെ സംഭവമാണ്. തൃശ്ശൂരിലെ ദേശീയപാതയിൽ വെച്ചാണ് ഇയാളെ പിടികൂടുന്നതും. കൊച്ചിയിലെ ലഹരി പാർട്ടികൾ ലക്ഷ്യമിട്ടാണ് MDMA കൊണ്ടുവന്നതും. റിപ്പോർട്ടർ, തൃശ്ശൂർ.